പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. പരിസ്ഥിതി ദുർബല മേഖലയിലെ അനധികൃത നിർമ്മാണങ്ങൾക്ക് തടയിടണമെന്ന ആവശ്യവുമായി ചാലിയ പഞ്ചായത്തിലെ വയോജന കൂട്ടായ്മയായ ഗ്രാൻഡ്മ രംഗത്ത്. ഈ ആവശ്യം കാണിച്ച് ചാലിയ പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകി. കക്കാടംപൊയിൽ ഭാഗങ്ങളിലെ പരിസ്ഥിതി ദുർബല മേഖലയിലെ അനധികൃത നിർമ്മാണങ്ങൾക്ക് തടയിടണമെന്ന ആവശ്യവുമായി ചാലിയ പഞ്ചായത്തിലെ വയോജന കൂട്ടായ്മയായ ഗ്രാൻഡ്മ ക്ലബ്ബാണ് രംഗത്ത് വന്നത്. ഈ ആവശ്യം കാണിച്ച് ചാലിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും കൂട്ടായ്മയുടെ പ്രസിഡന്റും ചാലിയ ഗ്രാമപഞ്ചായത്ത് പ്രഥമ പ്രസിഡന്റുമായ PT ഉമ്മ പറഞ്ഞു. വയനാട്ടിലുണ്ടായ ദുരന്തത്തെ തുടർന്ന് പശ്ചാത്തലത്തിൽ പൊതുവായ ഒരു ചർച്ച ഈ ക്ലബിനകത്ത് നടന്നു. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരാശയമാണ്. കാരണം നമ്മുടെ പ്രദേശത്തിന് ഇതിൻ്റെ സാധ്യതകൾ സംബന്ധിച്ചോളം പരിശോധിക്കപ്പെടണമെന്നുണ്ട്. അതിൻ്റെ ഭാഗമായി പരിശോധിക്കപ്പെടുമ്പോൾ ചാലിയാർ പഞ്ചായത്തിലെ 1-ാം വാർഡ് ഏതാണ്ട് പൂർണ്ണമായും 16-ാം വാർഡിൻ്റെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഇന്ന് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നതിലേക്ക് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൂറിസ്റ്റ് കേന്ദ്രം എന്നതിലേക്ക് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോളം നമ്മുടെ ചാലിയാർ പഞ്ചായത്തിൽ പോലും കൃത്യമായ വിവരമില്ലെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. ജാഗ്രത. കാരണം അവിടെ ഇപ്പോൾ നടക്കുന്നത് ഏതാണ്ട് 64-62 വരുന്ന റിസോർട്ടുകൾ അവിടെ ഉണ്ട്. ആ റിസോർട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കി. ഇതൊരു ലോല പ്രദേശമാണ്, ഭയപ്പെട്ടതാണ്. അകമ്പാടം ഉൾപ്പെടുന്ന വില്ലേജ് ഈ ലോല പ്രദേശമാണ്. അവിടെ ഞങ്ങളിപ്പോൾ സംസാരിച്ചപ്പോൾ പഞ്ചായത്തിന് ഞങ്ങളോട് പറഞ്ഞു 1 ലക്ഷത്തിലധികം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങിൻ്റെ പണിയെടുക്കണതിൽ മുൻകൂട്ടി അനുവാദം വേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികം ഇതൊക്കെ ഉള്ളപ്പോൾ ഒരു ജാഗ്രത നമുക്ക് പാലിക്കേണ്ടിയിരിക്കുന്നു. പഞ്ചായത്ത് അധികൃതരുടെ മെല്ലെപ്പോക്ക് നയത്തിലും കൂട്ടായ്മ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. സമുദ്ര നിരപ്പിൽ നിന്നും 2400 മുതൽ 3000 അടി വരെ ഉയരത്തിലാണ് ചാലിയാർ പഞ്ചായത്തിലെ മാണിക്യാമുടി എന്ന് പറയുന്ന മല നിലനിൽക്കുന്നത്. അതിൻ്റെ താഴ്വാര പ്രദേശങ്ങളിൽ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നാൽ സ്വാഭാവികമായിട്ടും അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. ചാലിയാർ പഞ്ചായത്തിനെ മാത്രമല്ല, ഒരുപക്ഷെ ഊർങ്ങാട്ടിൽ പഞ്ചായത്തിലെ 1-ാം വാർഡിനെയും ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനത്തിന് അനുമതി കൊടുക്കുന്ന അതേ ചട്ടം ഇത്തരം പ്രദേശങ്ങളിൽ ഒന്ന് മാറി ചിന്തിച്ച് ആ പരിസ്ഥിതിക്ക് അനുകൂലമായ, ആ പ്രകൃതിക്ക് അനുകൂലമായ ചട്ടങ്ങൾ രൂപീകരിച്ച് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി കൊടുക്കണം എന്നുള്ളതാണ് ഗ്രാൻഡ്മ ഈ നിവേദനത്തിലൂടെ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടങ്ങൾ വരെ നിർമ്മിച്ചു കഴിഞ്ഞാണ് വിവരം അറിയുന്നത്. 500 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മാണത്തിന് വരെ എല്ലാ വശങ്ങളും പരിശോധിക്കുന്നവർ അനധികൃത നിർമ്മാണത്തിന് മുന്നിൽ കണ്ണടയ്ക്കുകയാണ്. 1996-നും 2012-നും ഇടയിൽ 14 ഉരുൾപൊട്ടലുകൾ ഉണ്ടായ മേഖലകളിലാണ് അനധികൃത നിർമ്മാണങ്ങൾ പലതും ലൈസൻസ് പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്നത്. ആ നിവേദനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ ഏറ്റവും അപകടകരമായി നിൽക്കുന്ന ഒരു വില്ലേജാണ് നമ്മളെ ഈ അകമ്പാടം വില്ലേജും ചാലിയാർ പഞ്ചായത്തും. 28.7% പ്രദേശങ്ങൾ പരിസ്ഥിതി ലോലമാണ് എന്നുള്ളത് ഔദ്യോഗികമായിട്ട് അറിയിപ്പ് ലഭിച്ചിട്ട് അതിന് വേണ്ട, അത് നിലനിർത്തേണ്ട, അതിനെ സംരക്ഷിക്കേണ്ട ചുമതലയിൽ നിന്ന് ഈ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ മറ്റുള്ളവരും അത് ആ കാര്യം ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കത്തക്ക രീതിയിലുള്ള സംസാരമാണ് നമുക്ക് അവിടുന്ന് കിട്ടിയത്. ഒന്നാമത്തെ കാര്യം, 1 ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുൻകൂട്ടി അനുമതി നേടേണ്ടതില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് അധികൃതർ ഞങ്ങളോട് പറഞ്ഞത്. അതേ സമയത്ത് 500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെല്ലാം കടമ്പകൾ കടന്നിട്ട് വേണം എന്നുള്ളത് സാധാരണക്കാരായ നമുക്കൊക്കെ അറിയാം. 1 ലക്ഷത്തിന് പിന്നീട് അത് റെക്ടിഫൈ ചെയ്താൽ മതി എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൂടാ.
ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാലിയാർ പഞ്ചായത്തും അകമ്പാടം വില്ലേജും പ്രകൃതി ലോലം എന്ന് പറയുമ്പോൾ വളരെ അപകടമുള്ളതാണ്. മുൻപ് പല ഉരുൾപൊട്ടുകളൂടെ ഉണ്ടായിട്ടുണ്ട്. 14 എണ്ണി പറയാനുണ്ട്. പരിസ്ഥിതിക്ക് ഇണങ്ങിയ ടൂറിസത്തിന് എതിരല്ല, എന്നാൽ ടൂറിസത്തിന്റെ പേരിൽ അനധികൃത നിർമ്മാണങ്ങൾ പാടില്ലെന്നും കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. ടൂറിസത്തിന് അനുയോജ്യമായ ഒരു പ്രദേശമാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിലായിരിക്കണം ടൂറിസത്തിന്റെ വികസനം എന്നുള്ളതാണ് ഊന്നി പറയാനുള്ളത്. കാരണം ടൂറിസത്തിന് നമ്മൾ മൊത്തത്തിലെതിരല്ല. ടൂറിസം വികസനം ആവശ്യമാണ്. ജനങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹാരം കാണുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള സംവിധാനമാണ്. അത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു സംവിധാനം തന്നെ കൊണ്ടുവരണം. അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ വൻ ശക്തിയോടുകൂടി ആവർത്തിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് സൂചിപ്പിക്കേണ്ടത്. കുഞ്ഞീദോ, കുറ്റേരി അസീസ്, തോപ്പിൽ ചേക്കോ എന്നിവരും തങ്ങളുടെ നിലപാടുകൾ വിശദീകരിച്ചു. A+ വിഷൻ ന്യൂസ്, നിലമ്പൂർ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.